എങ്ങനെയുണ്ട് നമ്മുടെ സീനിയപ്പൂക്കളെ കാണാനായിട്ട്? ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ പൂക്കളുടെ കളറൊക്കെ കുറച്ചിപ്പം ഫീഡാകാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇത് വിത്തൊക്കെ ഉണങ്ങി വരുമ്പോൾ നമുക്ക് പറിച്ചെടുത്ത് ഉണക്കി റെഡിയാക്കി വെക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ കയ്യിൽ നല്ല നാടൻ ജമന്തി ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു ചെടീനെ കാണിച്ചപ്പോൾ ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ വീണ്ടും നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നാടൻ ജമന്തി ചെടി നമ്മുടെ കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കയ്യിൽ നല്ല നാടൻ ജമന്തി ചെടികളും കൂടാണ്ട് വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് അതിൻ്റെ പൂക്കളൊക്കെ ഏതൊക്കെയാണൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണാം അല്ലേ. ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള നല്ല ജമന്തി പൂക്കളുടെ കളറുകളാണ് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതാ നല്ല ഭംഗിയുള്ള നല്ല എന്താ പറയുക ടൈഗർ വെറൈറ്റി, അതുപോലെ റെഡ്, മഞ്ഞ, ഇതൊരു ഓറഞ്ച് പോലെ വരുന്ന കേട്ടോ, മഞ്ഞ, അങ്ങനെ കുറേ കളറുകളുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജമന്തി പ്ലാന്റ്. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ നമുക്ക് കട്ടിങ്സ് കുത്തിപ്പിടിപ്പിച്ച് പുതിയ ചെടികളാക്കി എടുക്കാം. പിന്നെ ഞാനുണ്ടല്ലോ ജമന്തി ചെടി നടുന്ന നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ജമന്തി പ്ലാന്റ്സ് ഒക്കെ നടുവാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ അന്ന് നട്ട നമ്മുടെ ജമന്തി ചെടി ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ എല്ലാവർക്കും കാണാവേ. നമ്മുടെ ഈ ഒരു ജമന്തി പ്ലാന്റ് നമ്മളൊരു 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ ഈ ജമന്തി പ്ലാന്റ്സിനെ നടുന്ന രീതികൾ ഞാൻ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അതായത് സാധാ മണ്ണ്, മണൽ, ചകിരിച്ചോറ് എന്നൊരു പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ, ഈ ഒരു പൂക്കൾ ഇങ്ങനെ കരിയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മൊട്ട്, അതായത് ഈ കരിഞ്ഞ മൊട്ടുകളും കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് പുതിയ തളിർപ്പ് വന്ന് നിറച്ച് മൊട്ടുകളായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ വളം കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ NPK 19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം കേട്ടോ നമ്മുടെ ജമന്തി പ്ലാന്റ്സിനെ വെച്ച് കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ജമന്തി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഫ്ലവർ കരിഞ്ഞപ്പം ഞാനിത് ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തിയേക്കണതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുഞ്ഞി തളർപ്പ് വന്നിട്ട് പെട്ടെന്ന് മുട്ടുകൾ വരും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ജമന്തി പ്ലാന്റ് നടുന്ന ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലവറൊക്കെ വിരിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തപ്പം ഇതാ ഇപ്പോൾ കണ്ടോ, കുഞ്ഞ് പുതിയ ചെറിയ മുട്ടായിട്ട് നമ്മുടെ ജമന്തി ചെടിയിൽ വരുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആർക്കും ജമന്തി ചെടീനെ നമുക്ക് എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള ജമന്തി ചെടികളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.